സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ എഡ്വിൻ തങ്കച്ചൻ പുള്ളി ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുക. കുറച്ച് ദേഷ്യത്തിലിരിക്കുക, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മാമ്മയുമായിട്ടാണ് നമ്മൾ പോണത്. അമ്മാമ്മ ഹായ് തന്നെ. അപ്പോൾ നമ്മൾ അമ്മാമ്മയും എഡ്വിനും ഞാനും അമ്മയും കൂടെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാ. ഗൈസ്, അങ്ങനെ എഡ്വിൻ BA-MM ചേരാൻ പോവാണ്, ലൈക്ക് ബാച്ചിലർ ഓഫ് ആർട്സ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം മേക്കിംഗ്. അപ്പോൾ അവന് ഇഷ്ടമുള്ള തന്നെ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് അവനെ കിട്ടിയിരിക്കുന്ന ഡീപോളിലാണ്, അങ്കമാലിയിൽ. അവിടെ തന്നെയായിരുന്നു എഡ്വിന് വേണം എന്നുണ്ടായിരുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഹാപ്പി മൂമെൻറ്റ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് വിൽ ബി എ ഗ്രേറ്റ് വ്ളോഗ്. സോ യെസ്, അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഗൈസ്, നമ്മൾ എഡ്വിൻ്റെ കോളേജിൽ എത്തിയിരിക്കുകയാണ്. അമ്മാമ്മനെ കുറച്ച് നേരത്തേക്ക് കാറിലിരുത്തി നമുക്കിനി കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. കുറേ പിള്ളേർ വന്നിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാൻ. ഞാൻ ആലുവ പഠിച്ചു, എഡ്വിൻ അങ്കമാലി പഠിക്കണം. സെയിം ആ ലൊക്കേഷനിൽ തന്നെ ഞങ്ങളൊക്കെ പഠിക്കണേന്ന് തോന്നുന്നു. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഫേമസ് ടെസ്റ്റ്. ഇവിടെ തന്നെയാണ് എൻ്റെ അമ്മേൻ്റെ ചേച്ചിയുടെ മോനും പഠിക്കുന്നത്, ഒലിയൂറൂട്ടനും പഠിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവർ കസിൻസ് അവൻ്റെ കോഴ്സ് എന്താണ് 5 year കോഴ്സ് എന്താണ് ഇൻറ്റിഗ്രേറ്റഡ് ഡിഗ്രിയാണ്. സോ എഡ്വിൻ BA-MM. കൊള്ളാം, ക്യാമ്പസ് ലൈഫൊക്കെ അടിച്ചു പൊളിക്കുമായിരിക്കും. എഡ്വിനെ ഇങ്ങോട്ട് നോക്കിയേ. ഇനി എഡ്വിൻ്റെ ലോഗാണ് ഇതൊക്കെ. ഇതിനെ വീഡിയോ എടുക്കും. സന്തോഷായ? സോ ഗൈസ്, നമ്മൾ എഡ്വിൻ്റെ അഡ്മിഷനൊക്കെ എടുത്തു, പ്രിൻസിപ്പലിനെയൊക്കെ കണ്ടു. അപ്പോൾ അടുത്തുള്ള അങ്കമാലിയിൽ അലിബാബ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ അമ്മാമ്മയ്ക്ക് നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ വാഷ് ബോൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നു. ആൻഡ് ഒരു കാര്യത്തിൽ ഐ ഫീൽ സോ പ്രൗഡ് ബിക്കോസ് അവൻ മെരിറ്റിൽ തന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തു. നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ആള് മിടുക്കനായതുകൊണ്ട് അവന് മെരിറ്റ് തന്നെ. ഇപ്പം 3rd allotment അവരുടെ വന്നത്. 3rd allotment തന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തു. അപ്പോൾ പിന്നെ ഞാൻ ഒട്ടും വൈകിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ പോയി അഡ്മിഷൻ ക്ലോസ് ചെയ്തു. പിന്നെ അമ്മാമ്മയുടെ കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും ഒരു പിക്നിക്ക് ആവാമല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിൽ ഞങ്ങൾ അതിനെ അങ്ങ് മാറ്റിമറിച്ചു. അങ്ങനെ എഡ്വിൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അവനെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി ചേർത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇപ്പം July 1 എക്സാം അവന് ക്ലാസ് തുടങ്ങും. അങ്ങനെ അവനും കോളേജിലൊക്കെ ആയി. യെസ്, ഇനി നമുക്ക് ബാക്കി ഉള്ള അവൻ്റെ വിശേഷങ്ങളൊക്കെ ജൂലൈയിൽ കാണാം. അപ്പോൾ അവൻ ആക്ച്വലി ഫിലിം മേക്കിംഗ് ആൻഡ് ആനിമേഷൻ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ് അവൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. നോക്കാം. അവന് ഇഷ്ടമുള്ള കോഴ്സ് തന്നെയായിരുന്നു അത്. പിന്നെ അമ്മാമ്മയ്ക്കും ഒക്കെ ഒരു റൈഡൊക്കെ ആയി. കുറേ നാളായിട്ട് അമ്മാമ്മ വീടിനകത്ത് തന്നെയായിരുന്നു. ഇനി എനിക്ക് നാളെ രാവിലെ ജോലിക്ക് പോകണം. സോ ബൈ.